ഹായ് ഗായ്സ്, ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഒരു പുതിയ പരിപാടിയാണ്. ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ ഒരു കല്യാണത്തെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. രാജൻ ശ്രീജ ദമ്പതികളുടെ ഏക മകനായ ശ്രീരാജിൻ്റെ കല്യാണമാണ്. ആ കല്യാണത്തിന് തലേ ദിവസത്തെ പരിപാടിയാണ് ഞാൻ ഇതിൽ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരും മഞ്ഞ നിറത്തിലെ ഡ്രസ് കോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മഞ്ഞൾ കല്യാണം എന്നാണല്ലോ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഭരണക്കാരനെ മഞ്ഞത്തിൽ കുളിപ്പിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണിത്. അതുകൊണ്ട് പരിപാടി വളരെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പരിപാടിയായിരുന്നു. കുഴപ്പമില്ലാതെ നല്ല കഴിഞ്ഞു പോകുന്ന പരിപാടിയാണ്. എത്രയോ ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ചിട്ടയുള്ള ഒരു പരിപാടി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. വീഡിയോ ഇട്ടാലൊക്കെ പണ്ട് നമ്മൾ കാണാത്ത ആൾക്കാരൊക്കെ കാണാനും സൗഹൃദം കൊടുക്കാനും ഒക്കെ ഉള്ള ഒരവസരമാണല്ലോ ഈ പരിപാടി. അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് ഒരു മുഷിപ്പില്ലാതെ അവിടെ ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയും. പഴുതപ്രാവശ്യം കുതിക്കുക അങ്ങനെ ഒരു കാര്യമായിരുന്നു. കലാപരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. യുവതീയുവാക്കളുടെ പല ഐറ്റങ്ങളും അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. പാട്ട് പാടുന്നാനും പിന്നെ ഡാൻസും ഇതുപോലുള്ള ന്യൂ ജനറേഷൻ്റെ ചില പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾ കുളിയാണ് ഈ കാണുന്നത് രംഗം. വരനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് മഞ്ഞളിൽ കുളിപ്പിക്കുന്ന ആ രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ വലിയൊരു പാത്രത്തിൻ്റെ അകത്ത് വരനെ ഇരുത്തി മാലയൊക്കെ ചാർത്തി മഞ്ഞളിൽ നന്നായിട്ടായിട്ട് കുളിപ്പിക്കുകയാണ്. എല്ലാം മഞ്ഞ നിറത്തിൽ തന്നെയാണ്. മഞ്ഞ പലഹാരങ്ങൾ, മഞ്ഞ ഡ്രസ്സുകൾ, ഇങ്ങനെയെല്ലാം എല്ലാം മഞ്ഞയിൽ തന്നെയാണ്. കുട്ടികൾക്ക് നല്ല ഹരം തോന്നി. കാരണം കാണാത്തവർക്കൊക്കെ കാണാനുള്ള ഒരവസരം കൂടിയാണ് ഇത്. പണ്ടൊന്നും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതോ സ്ഥലത്തുള്ള ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മുടെ നാട്ടുകാർ എടുത്തിരിക്കുന്നത്. ഏതായാലും പരിപാടി നല്ല സൂപ്പറായിട്ടാണ് തോന്നിയത്. ഈ കാണുന്ന രംഗങ്ങളൊക്കെയാണ്. അതിൽ ഞാൻ ചില രംഗങ്ങളൊക്കെ കണ്ടത്. വരൻ്റെ ഒപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കലും ചാടിക്കളിക്കലും എല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് നല്ല ഉഷാറായിരുന്നു. പിന്നെ അടുത്ത ദിവസം പരിപാടിയാണ്. അതായത് റിസപ്ഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. കല്യാണത്തിന് ഞാൻ പോയിട്ടില്ല. റിസപ്ഷൻ്റെ പരിപാടി, റിസപ്ഷന് പോകുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ റിസപ്ഷന് ഞങ്ങളെല്ലാവരും 4 മണി തൊട്ടിട്ട് 8 മണി വരെ എങ്ങാനാണ് റിസപ്ഷൻ. അപ്പം റിസപ്ഷന് പോകുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത്. തിരക്കായിരുന്നു. വല്ല വെറുതെ എല്ലാം ഇതായി പോയത്. കാലം
ചെറിയൊരു പരിപാടിയുള്ളൂ.